സൂര്യകാലടി മലയിലേക്ക്. കോട്ടയം നഗരത്തിൽ നിന്ന് കുറച്ചു മാറി കുമാരനല്ലൂരിന് സമീപമുള്ള ചവിട്ടുവരിയിൽ ഇറങ്ങിയാൽ സൂര്യകാലടി മനയിലേക്കുള്ള വഴി കാണാം. ചവിട്ടുവരിയിൽ നിന്ന് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. മീനച്ചിലാറിൻ്റെ തീരത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന സൂര്യകാലടി മനയിലെത്താം. കാലമെത്ര കഴിഞ്ഞിട്ടും മനയുടെ പ്രൗഢിക്ക് യാതൊരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇളംമുറക്കാർ വരുംതലമുറയ്ക്കും നാടിനും കൈമാറാനായി പണ്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഈ പൗരാണിക സൗധത്തെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. മനയ്ക്ക് സമീപമായി നിലകൊള്ളുന്ന യക്ഷിപ്പറമ്പിനും പറയുവാൻ കഥകൾ ഏറെയുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഗണപതിയാണ്. തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാളാണ് കേരളീയ വാസ്തുവിദ്യപ്രകാരമുള്ള ഈ നാലുകെട്ട് പണിയിച്ചത്. സൂര്യകാലടി മന. പണ്ട് കാലത്ത് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം കാലടി മനയുടെ കീഴിലായിരുന്നു. നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ അധികാരങ്ങളിൽ കൈകടത്തിയ സാമൂതിരിയുമായി പിണങ്ങി കാലടി കുടുംബം ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന് തെക്കോട്ട് പലായനം ചെയ്തു. കോട്ടയം രാജാവ് അവരെ സ്വാഗതം ചെയ്യുകയും മീനച്ചിലാറിൻ്റെ തീരത്ത് ഇല്ലം നിർമ്മിക്കുവാൻ സ്ഥലം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മീനച്ചിലാറിൻ്റെ തീരങ്ങളിൽ താമസമാക്കിയ കാലത്ത് ഒരു കാലടി ഭട്ടതിരി ആറാട്ടുപുഴ പൂരം കാണുവാൻ സുഹൃത്തുമൊത്ത് പുറപ്പെട്ടു. ഉഗ്ര യക്ഷിവാസമുള്ള യക്ഷിപ്പറമ്പ് കടന്നു വേണമായിരുന്നു പോകുവാൻ. നേരം ഇരുട്ടി. യക്ഷിപ്പറമ്പിനടുത്തെത്തി അതിസുന്ദരികളായ 2 സ്ത്രീകൾ ആ വഴി വന്നുവെന്നും ആ സുന്ദരികൾ തങ്ങളുടെ തറവാട്ടിലേക്ക് നമ്പൂതിരിമാരെ രാത്രിവാസത്തിന് ക്ഷണിച്ചു കൊണ്ടുപോയി. കാലടി ഭട്ടതിരിപ്പാടിനെ അതിൽ ഒരു യക്ഷി ഭക്ഷിച്ചു എന്നും ദേവീമാഹാത്മ്യ ഗ്രന്ഥം കൂടെയുണ്ടായിരുന്ന സുഹൃത്തായ നമ്പൂതിരിയെ യക്ഷിക്ക് ഉപദ്രവിക്കുവാൻ സാധിച്ചില്ല എന്നും ഐതിഹ്യ കഥകളിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞിട്ടുണ്ട്. രക്ഷപ്പെട്ട നമ്പൂതിരി പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ താൻ ഒരു കരിമ്പനയുടെ മുകളിൽ ഇരിക്കുന്നതായി കണ്ടു. കരിമ്പനയുടെ മുകളിൽ നിന്നിറങ്ങിയ അദ്ദേഹം താഴെ കൊല്ലപ്പെട്ട ഭട്ടതിരിയുടെ കുറച്ച് പല്ലുകളും കുടുംബയും കണ്ടു. തിരികെ ഓടിപ്പോയി കാലടി മനയിൽ എത്തി മരിച്ചുപോയ ഭട്ടതിരിയുടെ അന്തർജനത്തിനോട് വിവരങ്ങൾ മൊത്തം ധരിപ്പിച്ചു. അപ്പോൾ ഗർഭിണിയായിരുന്ന അന്തർജനം യഥാവിധി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഉപനയന നാളിൽ ആ ഉണ്ണി സ്വന്തം അമ്മയോട് തൻ്റെ പിതാവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും മറച്ചു വയ്ക്കാതെ അച്ഛൻ യക്ഷിക്ക് ഭക്ഷണമായ കഥ ഉണ്ണിയെ പറഞ്ഞു ധരിപ്പിച്ചു. ആ പിഞ്ചു മനസ്സിൽ യക്ഷിയോടുള്ള വൈരാഗ്യബുദ്ധി വളരുകയും യക്ഷിയെ തളയ്ക്കാനുള്ള വഴികൾ നോക്കി അവസാനം ഗുരു ഉപദേശപ്രകാരം സൂര്യോപാസന തുടങ്ങുകയും ചെയ്യുന്നു. കഠിനമായ ഉപാസനയുടെ അവസാനം സൂര്യഭഗവാൻ ഒരു വൃദ്ധ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് നിഗൂഢമായ മാന്ത്രിക പദ്ധതികൾ അടങ്ങുന്ന മാന്ത്രിക ഗ്രന്ഥം ആ ബാലന് സമ്മാനിച്ചു എന്നുമാണ് ഐതിഹ്യം. ആ ബാലൻ സൂര്യകാലടി എന്ന പേരിൽ വിശ്വവിഖ്യാതനായി. ഇതിഹാസ കഥാപാത്രമായി മാറിയ ഒരു ഭട്ടതിരിയുടെ ആവിർഭാവത്തോടുകൂടിയാണ് കാലടി എന്ന പൂർവിക കുടുംബനാമം സൂര്യകാലടി എന്ന് അറിയാൻ തുടങ്ങിയത്. ആ ഉണ്ണി ഭട്ടതിരി സൂര്യൻ ഭട്ടതിരി എന്നും അറിയാൻ തുടങ്ങി. സൂര്യഗ്രന്ഥം നിമിത്തം മന്ത്രതന്ത്രങ്ങളിൽ അജയ്യനായപ്പോൾ യക്ഷിയെ തളയ്ക്കാനുള്ള മുന്നൊരുക്കങ്ങൾ സൂര്യകാലടി ആരംഭിക്കുകയും ലോകത്തുള്ള സർവമാന യക്ഷികളെയും ആവാഹിച്ചു തൻ്റെ അച്ഛനെ കൊന്നത് ഞാനല്ല എന്ന് സത്യം ചെയ്യിപ്പിച്ച് വിടുകയും ചെയ്തു. അവസാനം ഒരു യക്ഷി മാത്രം ബാക്കിയായി. അവർക്ക് സത്യം തുറന്നു പറയേണ്ടി വരികയും സൂര്യകാലടി ഭട്ടതിരിപ്പാട് അവരെ ഹോമകുണ്ഡത്തിൽ ഹോമിച്ചു. അടുത്തുള്ള പാലമരത്തിൽ കുടിയിരുത്തി. ഹോമിക്കുന്നതിന് മുൻപ് ആ യക്ഷി സൂര്യകാലടിയെ നീ ഇന്നേക്ക് 41-ാം നാൾ ചക്രശ്വാസം മുട്ടി മരിക്കട്ടെ എന്ന് ശാപം നൽകി. 41-ാം നാൾ തിരുവാല്ലൂർ ക്ഷേത്രത്തിൽ 3 നേരത്തെ പൂജകളും തൊഴുതാൽ ശാപമോക്ഷം കിട്ടുമെന്നും പറഞ്ഞു. അതിനുശേഷം അന്ന് നാടുവാണിരുന്ന പള്ളിബ്രാഹ്മണ പെരുമാളുടെ കൊട്ടാരത്തിൽ ഒരു സ്ത്രീയുടെ ഗന്ധർവബാധ ഒഴിപ്പിക്കുവാൻ സൂര്യകാലടി പോവുകയും ബ്രാഹ്മണന് വിഹിതമല്ലാത്ത മൃഗങ്ങളെ അറുത്ത് ഹോമിക്കുക, ഒരു തുണി നെയ്യിലും തേനിലും മുക്കി അതിലേക്ക് ഉറുമ്പുകളെയും പ്രാണികളെയും ആകർഷിച്ച് അതിൽ ജീവികൾ നിറയുമ്പോൾ ആ ജീവികളെ ജീവനോടെ ഹോമിക്കുക തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്തു എന്നും അവസാനം ഗതിമുട്ടിയ ഗന്ധർവൻ സൂര്യകാലടിയെ ഇന്നേക്ക് 15-ാം നാളിൽ നീ മൂത്രം മുട്ടി മരിക്കട്ടെ എന്ന് ശാപവും ആ നാൾ തിരുവാളൂർ 3 പൂജയും തൊഴുതാൽ ശാപം ഫലിക്കില്ല എന്നും ശാപമോക്ഷവും നൽകി. സൂര്യകാലടി നോക്കിയപ്പോൾ 2 ശാപവും ഒരേ ദിവസം.
തിരുവാളൂർ ക്ഷേത്രത്തിലേക്ക് നീളുന്നു. ശാപദിവസത്തിന് തലേദിവസം തിരുവാളൂർ ക്ഷേത്രത്തിലെ പൂജാരികൾക്ക് അധികാരികൾക്കും ഒരേ സ്വപ്ന ദർശനമുണ്ടായി. നാളെ ക്ഷേത്രത്തിൽ ഒരു മരണം നടക്കും. എല്ലാ പൂജയും അതിരാവിലെ തന്നെ തീർക്കണം. എന്നിട്ട് ക്ഷേത്രം അടച്ചിടണം എന്നായിരുന്നു ആ സ്വപ്നം. എല്ലാവർക്കും ഒരുപോലെ സ്വപ്നദർശനം വന്നതുകൊണ്ട് അവർ അതുപോലെ ചെയ്യുകയും ചെയ്തു. സൂര്യകാലടി ക്ഷേത്രത്തിൽ എത്തിയപ്പോഴത്തേക്കും ക്ഷേത്രം അടച്ചിരുന്നു. വൈകുന്നേരം തൊഴാമെന്ന് കരുതി അദ്ദേഹം ക്ഷേത്രത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. സന്ധ്യയായപ്പോഴേക്കും അദ്ദേഹത്തിന് നിർത്താതെ മൂത്രശങ്ക. മൂത്രമൊഴിക്കാൻ ചെന്നാൽ വേണ്ട, പിന്നെ തിരിച്ചു വരും. അങ്ങനെ വീണ്ടും വീണ്ടും മൂത്രശങ്കയായി. ഇതേ തുടർന്ന് പിന്നെ ശ്വാസം മുട്ടി അദ്ദേഹം പരാക്രമങ്ങൾ കാട്ടി. മൂത്രം പോവാതെ ചാടിമറിഞ്ഞും ശക്രശ്വാസം മുട്ടി ചാടിക്കടിച്ചിട്ടുള്ള പാടുകൾ ഇന്നും തിരുവാലൂർ ക്ഷേത്രത്തിൻ്റെ കുളപ്പുരയുടെ തട്ടിൻ്റെ തുലാങ്ങളുടെ മേൽ മറ്റും കാണുന്നുണ്ട്. മരണവെപ്രാളത്തിൽ അദ്ദേഹം സൂര്യഭഗവാനോ ഗ്രന്ഥത്തിൽ കണ്ടത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ സൂര്യകാലടി തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നോ എന്ന് അശരീരി ഉണ്ടായി. ഗ്രന്ഥത്തിൽ കണ്ടതെല്ലാം സൂര്യകാലടി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നില്ലല്ലോ എന്നാണ് സാരം. അപ്പോൾ അദ്ദേഹം തിരുവാളൂർ മഹാദേവനോട് ഇതാണോ അവിടുത്തെ ആതിഥ്യ മര്യാദ എന്ന് ചോദിച്ചു. തിരുവാളൂർ മഹാദേവനെ ഈ ക്ഷേത്രം കത്തി നശിച്ചു പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അങ്ങനെ സൂര്യകാലടി ഭട്ടതിരിപ്പാട് ദുർമരണപ്പെടുകയും തിരുവാളൂർ ക്ഷേത്രം കൊല്ലങ്ങൾക്ക് ശേഷം അഗ്നിബാധയിൽ നശിക്കുകയും ചെയ്തു. സൂര്യകാലടിമന മന്ത്രവാദത്തിനും മന്ത്രത്തിൻ്റെ ശാസ്ത്രത്തിനും ഗണപതി ആരാധനയ്ക്കും പേരുകേട്ടതാണ്. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ നാട്ടാശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മന മഹത്തായ പാരമ്പര്യത്താലും ഐതിഹ്യങ്ങളാലും സമ്പന്നമാണ്. പരശുരാമൻ സ്ഥാപിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു.